എവ്രിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരു ലോങ് വ്ളോഗുമായി ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ്. ബട്ട് ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരണം എന്നാണല്ലോ. അതുകൊണ്ട് ഈ അടുത്ത് പോയ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു ലോങ് ഡ്രൈവാണ് കേട്ടോ. ലോങ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ലോങ് ആണ്. ഒരു 8 മുതൽ 9 മണിക്കൂറോളം ഡ്രൈവുള്ള ഒരു ട്രാവൽ വ്ളോഗ്. നമ്മളിപ്പോൾ പോകുന്നത് ടൊറോണ്ടോയിൽ നിന്നും ക്യുബെക്കിലേക്കാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് 4 വർഷമായെങ്കിലും ക്യുബെക്ക് കാണാനുള്ള ഒരു സാഹചര്യം ഇതുവരെ കിട്ടിയില്ല. പിന്നെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയം ഉണ്ടെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഒരു സാധാരണ വിസിറ്റ് മാത്രമല്ല, ഞങ്ങളുടെ 10th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ സമയക്കുറവ് കാരണം 4 ദിവസവും 3 സ്ഥലങ്ങളും കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു മെയിൻ അജണ്ട. കുട്ടികളും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റോപ്പൊക്കെ ചെയ്ത് ഒരു കോഫിയൊക്കെ കുടിച്ച് റിഫ്രഷ് ചെയ്ത് വളരെ റിലാക്സ്ഡ് ആയിട്ടായിരുന്നു നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. മാത്രമല്ല വണ്ടിയുടെ ട്രങ്കിൽ ഇഷ്ടംപോലെ സ്നാക്സും ഫ്രൂട്ട്സും അങ്ങനെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കുത്തി നിറച്ചാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് തുടങ്ങിയത് തന്നെ. കാരണം നമുക്കറിയാം കുട്ടികളായിട്ട് പോകുമ്പോൾ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. മെയിൻ മീൽസ് മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചത്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ. അതിനിടയിലുള്ള സ്നാക്സും പരിപാടികളും എല്ലാം നമ്മൾ നമ്മുടെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് പോകുന്ന വഴി ഞങ്ങളൊന്ന് ലഞ്ച് കഴിക്കാൻ ബോസ്റ്റൺ പിസ്സയിൽ കയറി എല്ലാവരും പലതരം സാധനങ്ങൾ ഓർഡർ ചെയ്തു. അതാകുമ്പോൾ ഈസിലി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് വരാലോ. പറയാതിരിക്കാൻ പറ്റില്ല, ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഫുഡൊക്കെ നല്ലപോലെ അടിച്ച് കയറ്റിയതിന് ശേഷം ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഇത്രയും ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കാറ് റെൻറ്റിന് എടുത്തിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ലോങ് ഡ്രൈവ് ആയതുകൊണ്ടും ഇത്ര മണിക്കൂറത്തെ യാത്ര ഉള്ളതുകൊണ്ടും കുട്ടികളുള്ളതുകൊണ്ടും നമ്മൾ കംഫർട്ടിന് യാതൊരു വിധ കോംപ്രമൈസും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രാവലിന് ചൂസ് ചെയ്ത വണ്ടിയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഹോണ്ട ഓഡിസിയാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ ക്യാപ്റ്റൻ സീറ്റ് ആണ് കേട്ടോ. ഫ്രണ്ടിലത്തെ 4 സീറ്റുകളും ക്യാപ്റ്റൻ സീറ്റാണ്. ബാക്കിലത്തെ ഒരു സീറ്റ് മാത്രമാണ് ഒരു സിംഗിൾ റോ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഫുഡ്സും കാര്യങ്ങളും ഒക്കെ ഇടയിൽ വെക്കാൻ ഇഷ്ടം പോലെ സ്ഥലമാണ്. മാത്രമല്ല ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഇത്രയും ലോങ് ഡ്രൈവിൽ ഒട്ടും ടയർഡായിട്ട് ഫീൽ ചെയ്യുകയില്ല. അവരവരുടെ സീറ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും കിടക്കാനും ഒക്കെ ഉള്ള സൗകര്യം. ഗുഡ് മോർണിംഗ് ഫ്രം ക്യുബെക്ക്. അങ്ങനെ തലേദിവസം വന്ന് ഞങ്ങൾ ചെക്കിനൊക്കെ ചെയ്തു. വന്നപ്പോൾ കുറച്ച് ട്രാഫിക്കും അതുപോലെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അധികം വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വന്ന ആ ഒരു ആക്രാന്തത്തിൽ ഇവിടുത്തെ ഭംഗിയൊക്കെ കണ്ടങ്ങിരുന്നു പോയി, വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ രാത്രി കുറച്ച് നേരം ഒന്ന് ക്യുബെക്ക് സിറ്റിയൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നു. അതിനുശേഷം ഞങ്ങൾ വന്നു. അങ്ങനെ നമ്മൾ രാവിലെ ചെക്കൗട്ട് ചെയ്തു. ഇനി നമ്മൾ ക്യുബെക്ക് സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 4 ദിവസത്തെ ട്രിപ്പാണ്. ഇത് സമയത്തിനുള്ളിൽ 3 സ്ഥലങ്ങളും കണ്ടു തീർക്കണം. സോ നമുക്കിവിടെ അധികം സമയമൊന്നുമില്ല, എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പോൾ നമ്മൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് ഇനി പുറത്ത് പോയി ടെംസിൽ കയറി ഒരു കാപ്പിയും കുറച്ച് സ്നാക്സും ഒക്കെ മേടിച്ചതിന് ശേഷം നമുക്ക് കാണാനുള്ള 1-2 സ്ഥലങ്ങൾ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇതൊരു ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇതത്ര അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഹോട്ടലാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗിയും ഒരു ആർക്കിടെക്ചറും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ബട്ട് ഇഫ് യു ഹാവ് മോർ ടൈം യു ഹാവ് മെനി അതർ ഓപ്ഷൻസ് ഇൻ ക്യുബെക്ക്. ക്യുബെക്ക് സിറ്റി ആക്ച്വലി അറിയപ്പെടുന്നത് ഇതിൻ്റെ ആർക്കിടെക്ചറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇറ്റ്സ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സിറ്റീസ് ഇൻ നോർത്ത് അമേരിക്ക. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 400 വർഷത്തോളം പഴക്കമുള്ളതാണ് ഓൾഡ് ക്യുബെക്ക് സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് അമേരിക്കയിൽ തന്നെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാനഡയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു യൂറോപ്യൻ ഒരു ഫീലൊക്കെ കിട്ടും. അതാണ് ക്യുബെക്ക് സിറ്റി. ഇവിടെ ഒരുപാട് നല്ല ചേർച്ചസ് ഉണ്ട്, ഒത്തിരി നല്ല കഫേസ് ഉണ്ട്, നല്ല നല്ല ബിൽഡിങ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാനാണ് നമ്മൾ പോകുന്നത്. പോരാത്തതിന് ഇവിടെ നയോഗ്രയെക്കാട്ടിലും വലിയൊരു വാട്ടർഫോൾസ് ഉണ്ടെന്നാണ് കേട്ടത്. സോ ഇങ്ങനെ 1-2 അട്രാക്ഷൻസ് ആണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് നല്ല ഫുഡൊക്കെ അടിച്ച് ഒന്ന് എനർജിയൊക്കെ ആയതിനു ശേഷം വേണം ഈ കുട്ടിപ്പട്ടാളത്തെയും കൊണ്ട് നമ്മൾ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഗൂഗിൾ മാപ്സ് കയറി നമ്മുടെ അടുത്തൊരു ടിം ഹോട്ടൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ അങ്ങോട്ടാണ് എല്ലാവരും കൂടി പോകുന്നത്. ക്യാമറ കാണുമ്പോൾ എല്ലാവരും ചിരിക്കുന്നത് നോക്കണ്ട, എല്ലാവരുടെയും വയറ് നല്ലപോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചിരി മാത്രം ക്യാമറയിൽ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അങ്ങോട്ട് ടിം ഹോട്ടൻസിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷമാണ് ആ കാണുന്നത്. അങ്ങനെ നമ്മൾ ടിം ഹോട്ടൻസിൽ ചെന്ന് കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. എൻ്റെ ദൈവമേ, ആദ്യമായിട്ടാണ് ഞാൻ ടിം ഹോട്ടൻസിൽ 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് സാധനങ്ങൾ കിട്ടണം. ഇതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു, പ്രത്യേകിച്ച് നമ്മൾ ടൊറൻറ്റോയിൽ നിന്നൊക്കെ ചെല്ലുമ്പോൾ കേട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വയറൊക്കെ നിറച്ച് ഫുൾ എനർജിയോടുകൂടി നമ്മൾ ക്യുബെക്ക് സിറ്റി. കാനഡയുടെ യൂറോപ്പ് എന്നാണ് ക്യുബെക്ക് സിറ്റി അറിയപ്പെടുന്നത് കേട്ടോ. ഓരോ സീസണിലും ക്യുബെക്കിന് ഓരോ ഭംഗിയാണ്. ഫാളിലും വിൻ്ററിലും സമ്മറിലും സ്പ്രിങ്ങിലും എല്ലാം ക്യുബെക്ക് പല രീതിയിലും വ്യത്യസ്തമാണെന്നാണ് ഇവിടെ വന്നു പോയിട്ടുള്ള ആൾക്കാർ പറയുന്നത്. ഇവിടെ വിൻ്ററിലൊന്ന് വരണം എന്നുള്ളത് ഇപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം ബാക്കിയായിട്ട് കിടക്കുവാണ് കേട്ടോ. നമുക്ക് നോക്കാം. തൽക്കാലം വേറെ ഒന്നും ചിന്തിക്കാണ്ട് ലെറ്റ്സ് ബി ഇൻ ദിസ് മൊമെന്റ്, എൻജോയ് ഹർ ബ്യൂട്ടി അറ്റ് ഇറ്റ്സ് ഫുള്ളസ്റ്റ്.
നമ്മൾ പോകുന്നത് ഈ കാണുന്ന സുന്ദരിയെ കാണാനാണ്. സെയിന്റ് ലോറൻസ് റിവറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സുന്ദരി അറിയപ്പെടുന്നത് ക്രൗൺ ജുവൽ ഓഫ് ക്യുബെക് സിറ്റി എന്നാണ്. ഇവളുടെ പേര് ഷാറ്റോ ഫ്രാന്റനാക്. 1893 കനേഡിയൻ പസഫിക് റെയിൽവേ ലക്ഷറി ട്രാവലേഴ്സിനെ അട്രാക്ട് ചെയ്യാനായി പണിതാണ് ഈ സുന്ദരിയെ. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് വിൻസ്റ്റൺ ചർച്ചിലും റൂസ്വെൽറ്റും എല്ലാം ക്യുബെക് കോൺഫറൻസസ് നടത്തിയിരുന്നത് ഈ ഹോട്ടലിൽ വച്ചാടത്രേ. പണ്ട് സോഷ്യൽ സ്റ്റഡീസിന്റെ ബുക്ക് തുറന്നാൽ ഉറക്കം വന്നുകൊണ്ടിരുന്ന എനിക്ക് ഇന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതമാണ്. ഇപ്പൊ തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് കണ്ടും കേട്ടും ഒക്കെ പഠിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല മാർക്ക് മേടിച്ച് പാസ്സാവായിരുന്നു. നല്ല ഫ്രഞ്ച് കാസൽ ലുക്കുള്ള ഈ ഹോട്ടൽ ഇന്ന് വൺ ഓഫ് ദ മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് ഹോട്ടൽസ് ഇൻ ദ വേൾഡ് ആണ്. ഇതിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫെയർമൗണ്ട് ഹോട്ടൽസ്. ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം ചുമ്മാ കാണാൻ പറ്റില്ല കേട്ടോ. ഈ കാണുന്ന ഫുനിക്കുലാർ വഴി വേണം നമുക്ക് അതിന്റെ എൻട്രൻസിലെത്താൻ. ഫുനിക്കുലാറിന്റെ എൻട്രൻസ് തപ്പി പോകുന്ന വഴി ഒരുപാട് നല്ല കാഴ്ചകൾ ഞങ്ങൾ കണ്ടു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള വാൾ പെയിന്റിങ്സ്, നല്ല നല്ല കഫേസ്, ബ്യൂട്ടിഫുൾ ചേർച്ചസ്, നല്ല നല്ല ഗാർഡൻസ്, ഇതെല്ലാമായിരുന്നു ക്യുബെക് സിറ്റിയെ ഇത്ര ബ്യൂട്ടിഫുൾ ആക്കുന്ന കാര്യങ്ങളെന്ന് ഇപ്പൊ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഷാറ്റോ ഫ്രാന്റനാക്കിന്റെ കൂടെ കുറച്ച് സമയമൊക്കെ ചെലവഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഫുനിക്കുലാർ വഴി നേരെ താഴത്തോട്ട് ഇറങ്ങി ഇവിടുന്ന് പോകുന്നത് നയഗ്ര ഫാൾസിനെക്കാട്ടിലും വലിയൊരു വാട്ടർഫാൾസ് കാണാനാണ്. ഞെട്ടിയില്ലേ? ആദ്യം ഞാനും ഒന്ന് ഞെട്ടിയായിരുന്നു. കാരണം പൊതുവെ കാനഡയിലേക്ക് വരുന്ന എല്ലാവർക്കും നയഗ്ര ഫാൾസിനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊരു സുന്ദരി ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പോയി കാണണ്ടേ? അപ്പോൾ ആ സുന്ദരിയെ കാണാനാണ് ഇപ്പം നമ്മൾ പോകുന്നത്. നയഗ്ര ഫാൾസിന്റെ ഹൈറ്റ് 188 അടിയാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന മൗണ്ട് മെറിൻസി ഫാൾസിന്റെ ഹൈറ്റ് 272 അടി, അതായത് ഏകദേശം 83 മീറ്ററോളം നയഗ്ര ഫാൾസിനെക്കാട്ടിലും വലിയൊരു ഫാൾസ്. അപ്പം നമ്മളത് കാണണ്ടേ? അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഫാൾസ് കാണാൻ പോകുന്ന ഈ വഴി വെതർ ചെറുതായിട്ടൊന്ന് നമ്മളെ ചതിച്ചു. കാരണം അത്രയും ബ്രൈറ്റ് വെതറൊന്നും അല്ലായിരുന്നു കേട്ടോ. കുറച്ച് ക്ലൗഡി ആയിരുന്നു, ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയ ചേഞ്ച് ഓഫ് പ്ലാൻസും ഒക്കെ നമുക്കും വരുത്തേണ്ടതായിട്ട് വന്നു. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. കേബിൾ കാർ ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്. അത് മാത്രമല്ല ഫാൾസിന്റെ മുകളിൽ കൂടെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട്. അതിൽ കൂടെ നമുക്ക് നടക്കാനൊക്കെ പറ്റും. പക്ഷെ വെതർ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനൊന്നും പോയില്ല കേട്ടോ. ജസ്റ്റ് പോയി വാട്ടർഫാൾസ് ഒക്കെ കണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് ഒക്കെ അറിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു. പിന്നെ മാത്രമല്ല ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ട്രാഫിക് ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം, ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. എന്താ അല്ലേ? അതുകൊണ്ട് തന്നെ ഓൾറെഡി പാർക്കിംഗ് ലോട്ടുകളെല്ലാം ബുക്കായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് പിന്നെ ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ ഈ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. തൽക്കാലം പോയി നമുക്ക് ആ സുന്ദരിയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം.
അങ്ങനെ വലിയ സ്റ്റൈലിന് വെള്ളച്ചാട്ടം കാണാൻ പോയ ആൾക്കാർ ദേ നനഞ്ഞ കോഴികളെ പോലെ തിരിച്ചു വരുന്നുണ്ട്. നമുക്ക് ഈ ഫാൾസിൻ്റെ ഫ്രണ്ട് വരെ പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു വെള്ളം വീണതിൻ്റെ ഫോഴ്സിൽ നമ്മൾ അടിമുടി മൊത്തം നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വൃത്തിയാക്കി തലയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു കോലമാകണം. പക്ഷേ എന്നാലും ദിസ് ഈസ് വൺ ഓഫ് ദ അമേസിങ് എക്സ്പീരിയൻസ് ദാറ്റ് വി ഹാഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 4 ഡേ ട്രിപ്പിൻ്റെ ജസ്റ്റ് ഡേ 1 മാത്രമാണ്, പാർട്ട് 1. അപ്പോൾ ക്യുബെക്കിൽ നമ്മൾ ഇന്ന് ഇത്രയും നേരം ഇവിടെ സ്പെൻഡ് ചെയ്തത് തന്നെ വലിയ കാര്യം. നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ബട്ട് ഇവിടുന്ന് നമ്മൾ പോകുന്നത് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ശരിക്കും ഇതാണ് ഈ ട്രിപ്പിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വെയിറ്റ് ഫോർ പാർട്ട് 2. Till then, this is Lakshmi signing off from Living Simplified with a grateful heart and a heart full of good memories.